എന്താണത്? ആരാടാ ഈ വരുന്നത്? മഴത്തുള്ളിക്കിലുക്കത്തില് നമ്മുടെ സലീം കുമാർ വരുന്ന അതേ ഒരു ലുക്ക് ഉണ്ടല്ലോടാ. എന്തായാലും കൊള്ളാം കേട്ടോ. ഇവിടുന്ന് കിട്ടുന്നടേ ഇങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ. ഇതൊക്കെ കണ്ട് അടിപൊളി എന്ന് പറയുന്ന ആളുകളും കൊള്ളാം. ചില ആളുകൾക്ക് ചേരുന്നതേ ഇടാവൂ എന്നൊക്കെ പറഞ്ഞത് എത്ര ശരിയാണല്ലേ. ചേരുന്നത് അങ്ങ് ഇടണം, ചേരാത്തത് ഇടരുത് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷെ രണസുനക്ക് അത് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സലീം കുമാർ ആ കൊട്ടായിട്ട് നടന്ന അതേപോലെ ഉണ്ട്. ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം രണസുനയുടെ കുറച്ച് ലീലാവിലാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം അല്ലേ. ആ, ആദ്യം തന്നെ സ്ഥിരം പരിപാടി, ഇപ്പത്തെ സ്ഥിരം പരിപാടി എന്ന് പറയേണ്ടി വരും. കാണിച്ചു തരാന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഞാൻ കാണിച്ചു തരുന്നതല്ല എന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ കാണിക്കൊണ്ടിരിക്കും. വേണമെങ്കിൽ കണ്ടാൽ മതി, കാണാം. അതിന്റെ ഇടയിൽ എന്തിനാ ഒരു സാധനം കണ്ടുപോയി? കാലാ, കയ്യ, എന്താ സാധനം? എന്തെല്ലാം രസമുണ്ട് അല്ലേ. ഒരു ഭാവം വെച്ചുകൊണ്ട് എല്ലാ റീൽസിലും ഇങ്ങനെ അഭിനയിക്കാന്നൊക്കെ പറയുമ്പോ അത് വലിയൊരു നേട്ടം തന്നെയാണ് കേട്ടോ. ഒരു പക്ഷേ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്ന ആളുകൾ പോലും ഉണ്ടാവൂല അല്ലേ. എന്തൊക്കെയാടേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മോനെ ഒരു പൊളി സാധനം ഇറങ്ങിയിട്ടുണ്ട്, അതും നിങ്ങൾ കാണണം. ഒരു ബൊട പൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു, ബൊടക്കകത്തുള്ള പുഴുക്കളങ്ങനെ കളികളായി, ചിരികളായി, വിളികളായി. ഒരു ബൊട പൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു, ബൊടക്കകത്തുള്ള പുഴുക്കളങ്ങനെ കളികളായി, ചിരികളായി, വിളികളായി. ഒരു ബൊട പൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു, ബൊടക്കകത്തുള്ള പുഴുക്കളങ്ങനെ. എന്ത് രസടാ. കറക്റ്റില്ലേ. ഈ പാട്ടിന് ഇങ്ങനെ കറക്റ്റ് ആക്ഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം തന്നെ കേട്ടോ. എങ്ങനെയാണോ ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റണേ. ഇതാണ് ഡാൻസ്. ഈ കാര്യത്തിനൊക്കെ ആളുകൾ കളിയാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നില്ല. കാരണം സകലകലാ വല്ലഭ്യായിട്ട് പാട്ട് പാടും, നൃത്തം വെക്കും, ഇങ്ങനെ എന്തൊക്കെ കഴിവുണ്ട്. കോപ്രായത്തരങ്ങൾ, റീൽസ്, അങ്ങനെ എന്തൊക്കെ കഴിവുണ്ടോ. ഇപ്പൊ ഏതൊരു വെബ് സീരീസിലും കൂടി അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ കളിയാക്കി നടന്നോളുണ്ട്. എന്തൊരു രസാ കുഞ്ഞിപ്പുഴു, കുഞ്ഞിപ്പുഴു, എന്റെ രസല്ലേ. ഒരുപാട് ഇനാഗ്രേഷൻ കിട്ടാൻ കാരണം ഇപ്പൊ ശരീരം കാണിച്ച് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ് ഇട്ടിട്ടാണ് രേണുസുതി വരുന്നത്. എന്നാ കാണാനാടാ ഈ ശരീരത്തില്? എന്തോ കാണിക്കാനാ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതന്നെ എനിക്കും ചോദിക്കുള്ളൂ, എന്താ കാണിക്കാനും മാത്രല്ലേ അല്ലേ? എന്തെങ്കിലും കണ്ടോ നിങ്ങള്? ഞാനൊന്നും കാണിച്ചിട്ടില്ല. കാണിക്കാന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഞാൻ കാണിക്കണമെന്നില്ല. നിങ്ങൾ കണ്ടോന്ന് നിന്റെ കുഴപ്പമില്ല. ഇതിൽ ഈ ശരീരത്തിലൊന്നും കാണിക്കാനില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഈ കമന്റ് ഇടുന്ന ആളുകൾക്ക് അങ്ങനെ കമന്റ് ഇട്ടാണ്ട് പോയാൽ മതി. അവിടെ അവരൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നതാണ് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അത് കാണിക്കലേ അല്ല. ഇങ്ങനെ കൊറേ എവിടെ നേരങ്ങളൊക്കെ കുറ്റിയും പറിച്ച് വരുന്നേ. ഹൈ, ആ അമ്മായി ഒന്നും കാണിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല. ഞാൻ പറയട്ടെ, ഞാന് നെഗറ്റീവ് കമന്റ്സ് നോക്കി ഞാൻ റിപ്ലൈ എന്റെ 2 പിള്ളേരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കമന്റ് റിപ്ലൈ കൊടുക്കാൻ ആദ്യം സ്വന്തം പിള്ളേരെ അല്ല, കമന്റിന് മറുപടി കൊടുക്കാൻ പിള്ളേരൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം എന്തായാലും. അപ്പൊ ഇനി രണസുനയുടെ ഭാഗത്ത് വരുന്ന കമന്റ് ഒന്നും ഞാൻ ഇടുന്നതല്ല എന്ന് നാളെ പറയും. അത്രേ ഉള്ളൂ. പിന്നെ തെറിയൊക്കെ എന്തിനാടങ്ങൾ വിളിക്കണം? വളരെ മോശമല്ലേ അത്. കാണിച്ചു തരുന്നില്ല, നിങ്ങക്ക് തോന്നുന്നതാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയല്ലേ. പിന്നെ പാട്ട് പാടാൻ ഇത്ര കഴിവുള്ള ഒരാളുണ്ടാവൂല, ഡാൻസ് കളിക്കാൻ ഇത്ര കഴിവുള്ള മറ്റൊരു വിധവ ഉണ്ടാവൂല എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയണിപ്പോ ട്രൗസർ വിധവ, നിക്കർ വിധവ എന്നൊക്കെ എന്റെ വീട്ടുകാരെ വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ എന്നാണ് ഇപ്പൊ പറയുന്നേ. അതായത് നെഗറ്റീവ് ആരാണോ കൂടുതൽ പറയുന്നത്, അത് ഞാൻ തന്നെ എന്ന് സ്വയം അങ്ങ് ഏറ്റെടുക്കും. അത് നിങ്ങൾ വേറെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ ഏറെ കയറ്റി പിന്നെ പൊക്കി പൈസ ഉണ്ടാക്കി കൊടുത്ത പിന്നെ ചെയ്യാതിരിക്കോ? തന്നെ ഇന്ന് വരെ ഞാൻ അറ്റോ നൂലും ഇല്ലാത്ത തുണി ഇട്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ? ഈ പറയുന്നവൻ കാണിച്ചു തരട്ടേന്നേ. അറ്റോ നൂലും ഇല്ലാത്ത തുണി ഇന്ന് നൂലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് പാവാടവള്ളി എന്തോ ഡാൻസ് കളിച്ചപ്പോൾ കണ്ടെന്ന് തോന്നുന്നു. അതിന് വലിയ ഇനി വിവാദമാകും കേട്ടോ, പാവാടവള്ളി കണ്ടെന്ന്. ചിരിക്കല്ലേ, ചിരിച്ചാ പോയി കമന്റ് കിടക്കുക. ചിരിക്കല്ലേ എന്നാ പറയുന്നേ. അത്ര നല്ല ചിരിയാ. ആ ചിരിയെ പോലും നിങ്ങൾ ഇങ്ങനെ കളിയാക്കിക്കോളി. എടോ, ഒരു നൂലുബന്ധം പോലും ഇല്ലാതെ ഞാനും ചെയ്തിട്ടില്ല എന്ന് കറക്റ്റ് അല്ലേ പറഞ്ഞേ? പിന്നെ കാറ്റ് വരുമ്പോ എവിടെയെങ്കിലൊക്കെ പിടിച്ചു വെക്കണം, അല്ലെങ്കിൽ പറന്നു പോകുന്ന കാര്യം കമന്റ് ഇടുന്നത് കണ്ടോ? അതൊക്കെ വളരെ മോശം. ബോഡി ഷേമിങ് ഒന്നും നടത്തല്ലേ. പിന്നെ നടന്നു പോകുന്ന സമയത്ത് ആരൊരാൾ കൈക്ക് ഒരു കല്ലിട്ട് കൊടുത്തത്രേ, ഇത്രേ പിടിച്ചു കാറ്റുണ്ടല്ല പറന്നു പോകുന്നു. ഇതൊക്കെയാണ് മോശം. കമന്റ് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള കമന്റ് ഒന്നും ചെയ്യരുത്, മോശമാണ്.
മനുഷ്യന്മാര് ഓരോരോ രീതിയിലാണ് ജനിക്കുന്നത്. തടി ഉണ്ടാവും, തടി ഇല്ലാതിരിക്കും. കോപ്രായത്തരം കാണിക്കുക എന്നുള്ള സാധനത്തിനൊക്കെ പിന്നെയും പറയാം. ഈ ശരീരത്തിന്റെ പക്ഷെ അതൊക്കെ വളരെ മോശമായി പോയി. എനിക്കൊന്നും വിഷയമല്ല. പാവാട ഇടുന്ന ഒരു പാവാട വള്ളി കാണും. എന്നിട്ടാലും അത് വള്ളി കണ്ട എന്താണ് വിഷയം? ഇടുന്നോണ്ടല്ലേ കാണുന്നത്, ഇടാതിരിക്കുന്നില്ലല്ലോ. ഇടുന്നതുകൊണ്ടല്ലേ കാണുന്നത്, ഇടാതിരിക്കുന്നില്ലല്ലോ. ഞങ്ങൾക്കറിയില്ലല്ലോ അത്. ഞങ്ങൾ കാണുന്ന റീലൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും പറയില്ല രണസുന. എന്തെങ്ങനെ ആൾക്കാരെ അവരൊന്നൊക്കെ വിചാരിക്കൂലേ? അപ്പം പിന്നെ എന്താ പറയുക, ഞാൻ ഇടുന്ന എല്ലാം എൻ്റെ ശരീരത്തിനനുസരിച്ചുള്ള, നിങ്ങൾക്കൊക്കെ നേരിട്ട് എന്നെ കാണുന്നവർക്കറിയാം, ഞാൻ ഈ ക്യാമറയിലോ മൊബൈലോ ടി വിയിലോ കാണുന്ന ആളല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആണോ? ആളല്ല. അപ്പം എനിക്ക് ചേരുന്ന ഡ്രസ്സുകളാണ് ഞാൻ ഇടാറുള്ളത്. എനിക്ക് എന്താണോ കംഫർട്ടബിൾ അത്. പിന്നെ സാരി ഉടുത്തിട്ട് പർദ്ദ ഇടണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ആരാടത് പറഞ്ഞു സാരി ഇട്ടതിന്റെ ശേഷം അതിന്റെ മുകളിൽ പർദ്ദ എന്നുള്ളത്? സാരി ഇട്ടതിന്റെ മുകളിൽ പർദ്ദ, ഒരു മാക്സി ട്രെയിനിന്റെ മുകളിൽ വേണമെങ്കിൽ പർദ്ദ. എന്തിനാ വെറുതെ അത്രയും ചൂടൊക്കെ? അങ്ങനെയാണ് സാധാരണ കേട്ടോ. അത് ശരിയാണ്. ടി വിയിലും മൊബൈൽ ഫോണൊന്നും കാണുന്ന ആളാവൂലല്ലോ. അതിൽ ചെറുതല്ലേ, നേരിട്ട് കാണുമ്പോൾ കുറച്ച് വലിപ്പം ഉണ്ടാവും. ഞങ്ങൾക്ക് അത് അറിയാം. വെറുതെ ആളുകളെങ്ങനെ കളിയാക്കല്ലടോ. ഞങ്ങൾക്കറിയാം അത് ടി വിയിലൊക്കെ കാണുമ്പോൾ ചെറുതായിരിക്കും, നേരിട്ട് കാണുമ്പോൾ വലുതാവും എന്നൊക്കെ. സാരി എടുത്തിട്ട് വയറ് കാണിക്കാതെ ഇവിടെ എല്ലാം സെറ്റ് ഇപ്പം അത് നടക്കുന്ന കാര്യമില്ല. എൻ്റെ കംഫർട്ടബിൾ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആഫ്റ്റർ കംഫോർട്ട് ആണോ? അല്ല ചോദിച്ചതാണ്. കുറേ കംഫർട്ടബിൾ സാധനം നടക്കുന്നത്, അതുകൊണ്ട് കഴിക്കുകയാണ്. നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടോളി, ഒരു കുഴപ്പമില്ല. പക്ഷെ സാരി എന്ന് പറഞ്ഞല്ലെങ്കിൽ കേരളീയ തനിമ, അതിന്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അത് കുംഭ കാണിച്ച് നടക്കാനുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കുറച്ച് കൂടുതലാണ് രണസുന. അതൊക്കെ ഒരുപാട് ചേച്ചിമാർ കമന്റ് ഇടുന്ന ഞാനും കണ്ടിട്ടുണ്ട്. അതായത് സാരിയൊക്കെ എടുത്ത് മനഃപൂർവ്വം വയറ് കാണിച്ച് നടക്കുന്ന സാധനമൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, സംഭവം ശരിയാ. പക്ഷെ അത് കുറച്ച് ഊളത്തരായിട്ട് എനിക്ക് തോന്നി. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത്, പഴയ കാലത്ത് ഒരു മുണ്ടും ബ്ലൗസും ആണ് ഇടുന്നത്, അവർ വയറ് കാണത്തില്ലേ? അവർക്ക് സാരി ഉണ്ടായിരുന്നോ? നല്ലൊരു കാര്യം ചോദിക്കട്ടെ, പണ്ട് മാറുമറയ്ക്കാൻ സമരം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നേ. അന്ന് ചില സ്ത്രീകള് ഞങ്ങൾ ചത്താലും മാറുമറക്കില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് മാറുമറക്കാൻ അവകാശം വേണം എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് മാറുമറച്ച് സമരത്തിലൂടെ വിജയിച്ച ആളുകളുണ്ട്. ആ ഒരു കാലമല്ലല്ലോ ഇപ്പൊ ഇന്ന്. അതും വെച്ചിട്ട് നമ്മളിപ്പോ പണ്ട് അങ്ങനെയായിരുന്നു ഇന്ന് അങ്ങനെ നടക്കാൻ പാടുമോ? എന്താ രണസുന, എന്തിങ്ങനെയൊക്കെ പറയുന്നേ? സാരി ഉടുക്കുന്നവരെന്നെ വയറ് മൂടിയിട്ട് മറ്റേ ഇവിടം വരെ തോർത്ത് കട്ടി പൊതിഞ്ഞോണ്ടാണോ നടക്കുന്നത് എല്ലാവരും? അങ്ങനെയുള്ള ഡ്രസ്സ് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ ഇതിലല്ല, അടുക്കള പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ആളുകൾ ചെയ്യുന്ന സാധനം ഇപ്പൊ നമ്മളും ചെയ്യുന്നുണ്ട്. അതല്ലേ സാരി എടുക്കുമ്പോ അങ്ങനെ കയറ്റി എടുക്കണം എന്ന് ആരും പറഞ്ഞില്ല. കുംഭ കാണിക്കരുത്, വട കാണിക്കരുത് എന്നൊക്കെ പറയുന്നുള്ളൂ. അതൊക്കെ ചേച്ചിമാരട്ട പറഞ്ഞ ആണുങ്ങളല്ലേ. എൻ്റെ വയറ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, എൻ്റെ വയറ് കംഫർട്ടബിൾ ആണ് കാണിക്കുക. എനിക്കിഷ്ടമാണ് എൻ്റെ വയറ്, അത് കാണട്ടെ. അതിനകത്ത് ഒരു വൃത്തികേടും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചങ്ങായി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു സാധനം ആരും കണ്ടിട്ടില്ലല്ലോ. ആ വയറും കാണിച്ചിട്ട് കുമ്പിയും കാണിച്ച് നടക്കുന്ന ആരും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോ എന്റെ കംഫർട്ടബിൾ ആണ്, അതുകൊണ്ട് ഞാനത് ഇട്ട് നടക്കും എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കാണിച്ചങ്ങ് കൊടുക്കുക, അങ്ങനെ കൊണ്ട് ജീവിച്ചു പോ. അതൊക്കെ തന്നെയല്ലേ എൻ്റെ ഒരു ഇത്. ഇനി ഞാൻ രണസുനയുടെ സകലകല വല്ലഭി എന്ന് പറയുമ്പോ ഡാൻസേ നിങ്ങൾ കണ്ടുള്ളൂ അല്ലേ? ഈ പാട്ടും കൂടി നിങ്ങൾ കേൾക്കണം. സൈക്കടാ സൈക്ക്. എന്താ ഒരു പാട്ട്, എന്താല്ലേ? തലമേലെ പനിത്തുള്ളി അത്രേ. മഴ നനഞ്ഞാല് പനി വരും, അല്ലെങ്കിൽ മഞ്ഞ് കൊണ്ടാ പനി വരും എന്നുള്ളതാണ്. ഉറക്കങ്ങൾ തന്നി പനി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പനി വന്നതാണ്. അന്ന് മഞ്ഞുതുള്ളിയോ മഴത്തുള്ളിയോ കൊണ്ട് എനിക്ക് പനി വന്നിരുന്നു. പിന്നെ മരത്തുള്ളിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മരത്തുള്ളി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മരം പെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ മരത്തുള്ളി എനിക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് കഴിവ്. ഇങ്ങനെയൊക്കെ പാടാനൊരു കഴിവ് വേണമടേ. എന്നിട്ടും കളിയാക്കാൻ കുറെ എണ്ണം. നിങ്ങളിരുന്ന് കളിയാക്കിക്കോളി. എന്തെങ്കിലും ഒരു വൃത്തികെട്ട രീതിയിൽ നിങ്ങൾ രണസുനയെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. വെറുതെ ഞാൻ പോവാണ്. ഇങ്ങനൊക്കെ ഓരോ ആളുകൾ കളിയാക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വിടവയല്ലേ? അല്ലെങ്കിൽ വിഡോവ ഇനോവ അങ്ങനെ എന്തോ ഒരു സാധനല്ലേ? അതിന് നിങ്ങൾ എന്തിനാ കളിയാക്കുന്ന? ട്രൗസർ വിധവ. ഹൈ, ഇങ്ങനെ കളിയാക്കല്ലടാ. അവരെ എന്തെങ്കിലുമൊക്കെ കാണിച്ചും കാണിക്കാതെ ജീവിച്ചു പോയിക്കോട്ടെ, അത്ര തന്നെ. അപ്പൊ വീണ്ടും വരാം. സുലാൻ.